നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ന്യൂ ഇയർ ആയതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. നമ്മൾ ബൈ ബൈ 2024 അതെങ്ങനെ പറയും ഹിന്ദിയിൽ? അൽവിദ 2024. അൽവിദ, ബൈ ബൈ എന്നുള്ളതിന് അൽവിദ എന്നാണ് പറയുന്നത്. അതുപോലെ വെൽക്കം 2025 എന്നുള്ളതിന് സ്വാഗത് 2025. വെൽക്കം എന്നുള്ളതിന് സ്വാഗത്. ഇനി നവവത്സരാശംസകൾ അതെങ്ങനെ ഹിന്ദിയിൽ പറയാം? നവവർഷിക്ക് ശുഭകാമനായേ അല്ലെങ്കിൽ നയാ സാൽ കി ശുഭകാമനായേ, ശുഭകാമനായേ. ഇനി എല്ലാവർക്കും പുതുവത്സരാശംസകൾ അതെങ്ങനെ പറയാം? സബ്കോ നയാ സാൽ കി ശുഭകാമനായേ, സബ്കോ നയാ സാൽ കി ശുഭകാമനായേ. ഇനി നമുക്ക് ഇത് റിലേറ്റഡ് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. പുതുവർഷം ലോകം മുഴുവൻ വളരെ ആഡംബരത്തോടെ ആഘോഷിക്കുന്നു. അതെങ്ങനെ പറയാം? പുതുവർഷം നയാ സാൽ, ലോകം മുഴുവൻ പൂരേ വിശ്വമേ, വളരെ ആഡംബരത്തോടെ എന്ന് പറഞ്ഞാൽ ബഹുത്ത് ധൂംധാം സേ, ധൂംധാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആർഭാടത്തോടെ, ധൂംധാം സേ മനായാ ജാത്താ ഹേ, ആഘോഷിക്കുന്നു. മനാന എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുക, മനായാ ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ ആഘോഷിച്ചു പോകുന്നു. നയാ സാൽ പൂരേ വിശ്വമേ ബഹുത്ത് ധൂംധാം സേ മനായാ ജാത്താ ഹേ, പുതുവർഷം ലോകം മുഴുവൻ വളരെ ആഡംബരത്തോടെ ആഘോഷിക്കുന്നു. എല്ലാ വർഷവും ജനുവരി 1 ആഘോഷിക്കുന്നത്. ഹർ വർഷ് ജനുവരി 1 അല്ലെങ്കിൽ 1 താരീഖോ മനായാ ജാത്താ ഹേ, 1 തീയതി എന്നുള്ളതിനാണ് 1 താരീഖ് എന്ന് പറയുന്നത്. 1 താരീഖോ മനായാ ജാത്താ ഹേ, ആഘോഷിക്കുന്നു. ഇനി പുതുവർഷത്തിൻ്റെ ആഘോഷം ഡിസംബർ 31 രാത്രിയിൽ തന്നെ തുടങ്ങുന്നു. അതെങ്ങനെ പറയാം? നയേ സാൽ കാ ജഷൻ 31 ഡിസംബർ, 31 എന്നുള്ളതിന് 31, 31 ഡിസംബർ രാത് കോ ഹി ശുരു ഹോ ജാത്താ ഹേ. നയേ സാൽ കാ ജഷൻ, പുതിയ വർഷത്തിൻ്റെ ആഘോഷം, ജഷൻ എന്ന് പറഞ്ഞാൽ ആഘോഷം. 31 ഡിസംബർ അല്ലെങ്കിൽ 31 ഡിസംബർ രാത് കോ ഹി, രാത്രിയിൽ തന്നെ ശുരു ഹോത്താ ഹേ അല്ലെങ്കിൽ ശുരു ഹോ ജാത്താ ഹേ. അടുത്തത് പുതുവർഷത്തിൽ പുതിയ വിചാരത്തോടെ പുതിയ ലക്ഷ്യത്തിന് നമ്മൾ സങ്കല്പമെടുക്കുന്നു. ഇതെങ്ങനെ പറയാമെന്ന് നോക്കാം. നയേ സാൽ മേ, പുതിയ വർഷത്തിൽ, ലോഗ് ആൾക്കാർ, നയി സോച്ച് കെ സാത്ത്, പുതിയ വിചാരത്തോടെ, നയേ ലക്ഷ്യ കാ സങ്കല്പ് ലേത്തെ ഹേ, പുതിയ ലക്ഷ്യത്തിന് സങ്കല്പമെടുക്കുന്നു. നമ്മൾ പറയത്തില്ലേ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. ഇനി ഇത് ഒരു ഉത്സവത്തിൻ്റെ രൂപത്തിൽ ആഘോഷിക്കുന്നു. എങ്ങനെ പറയാം? ഏക് ത്യോഹാർ കെ രൂപമേ, ത്യോഹാർ എന്ന് പറഞ്ഞാൽ ഉത്സവം, ഏക് ത്യോഹാർ കെ രൂപമേ മനായാ ജാത്താ ഹേ, ആഘോഷിക്കുന്നു. ഈ ദിവസം എല്ലാവരും പരസ്പരം പുതുവത്സര ആശംസകൾ നേരുന്നു. എങ്ങനെ പറയാം? ഇസ് ദിൻ, ഈ ദിവസം, സബ് ലോഗ് എല്ലാവരും, ഏക് ദൂസരേക്കോ എന്ന് പറഞ്ഞാൽ പരസ്പരം, ഒരാൾ മറ്റൊരാളോട്, ഏക് ദൂസരേക്കോ നയേ സാൽ കി ശുഭകാമനായേം ദേത്തേ ഹേ, പുതുവർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ഇസ് ദിൻ സബ് ലോഗ് ഏക് ദൂസരേക്കോ നയേ സാൽ കി ശുഭകാമനായേ ദേത്തേ ഹേ. ഭാരതത്തിൽ പല പല സ്ഥലങ്ങളിൽ പല പല രീതിയിൽ പുതുവർഷം ആഘോഷിക്കുന്നു. എങ്ങനെ പറയാം? ഭാരതത്തിൽ, ഭാരത് മേ, പല പല സ്ഥലങ്ങളിൽ, അലഗ് അലഗ് ജഗഹ് പർ, പല രീതിയിൽ, അലഗ് അലഗ് തരീക്കേ സേ, തരീക്ക എന്ന് പറഞ്ഞാൽ രീതി, അലഗ് അലഗ് തരീക്കേ സേ നയേ സാൽ മനായാ ജാത്താ ഹേ, പുതുവർഷം ആഘോഷിച്ചു പോരുന്നു. ഭാരത് മേ അലഗ് അലഗ് ജഗഹ് പർ अलग अलग तरीके से नए साल मनाया जाता है.
വലിയ വലിയ പട്ടണങ്ങളിൽ പാർട്ടിയും സംഗീത പരിപാടികളും സംഘടിപ്പിക്കുന്നു. ബഡേ ബഡേ ഷഹരോ മേ വലിയ വലിയ പട്ടണങ്ങളിൽ പാർട്ടിയോ ഔർ സംഗീത് കാര്യക്രമോ കാ ആയോജൻ ഹോത്താ ഹേ. ആയോജൻ എന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. പാർട്ടിയാം ഔർ സംഗീത് കാര്യക്രം, പാർട്ടികളും സംഗീത കാര്യക്രം എന്ന് പറഞ്ഞാൽ സംഗീത പരിപാടികൾ. ബഡേ ബഡേ ഷഹരോ മേ പാർട്ടിയാം ഔർ സംഗീത് കാര്യക്രമോ കാ ആയോജൻ ഹോത്താ ഹേ. പരമ്പരാഗത രീതിയിൽ പൂജയും രംഗോലിയും കൊണ്ട് പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ പറയാം? പരമ്പരാഗത രീതിയിൽ, അതിന് പാരമ്പരിക് അന്താജുമേ അല്ലെങ്കിൽ പാരമ്പരിക് രീതിമേ എന്ന് പറയാം. പാരമ്പരിക് അന്താജുമേ പൂജാപാഠ് ഔർ രംഗോളി. പൂജാപാഠ് എന്ന് പറഞ്ഞാൽ ഭജനയും പൂജയൊക്കെ. ഔർ രംഗോളി എന്ന് പറഞ്ഞാൽ കളറ് കൊണ്ടുള്ള കോലങ്ങൾ വരയ്ക്കുക, അതിനാണ് രംഗോളി എന്ന് പറയുന്നത്. രംഗോളി സേ ഭി നയാ സാൽ കാ സ്വാഗത് കർത്തേ ഹേ. പുതുവത്സരത്തിന് സ്വാഗതം ചെയ്യുന്നു. പാരമ്പരിക് അന്താജുമേ പൂജാപാഠ് ഔർ രംഗോളി സേ ഭി നയാ സാൽ കാ സ്വാഗത് കർത്തേ ഹേ. പുതുവർഷം പുതിയ തുടക്കത്തിൻ്റെ സമയമാണ്. നയാ സാൽ നയി ശുരുവാത് കി സമയ് ഹേ. ശുരുവാത് എന്ന് പറഞ്ഞാൽ തുടക്കം. നയി ശുരുവാത് പുതിയ തുടക്കം. നയാ സാൽ നയി ശുരുവാത് കി സമയ് ഹേ. പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അല്ലെങ്കിൽ തുടങ്ങാനുള്ള ഒരു സമയമാണ്. ഒരു സ്വസ്ഥതയും സമാധാനപൂർണവുമായ പുതുവത്സരം ആശംസിക്കുന്നു. എങ്ങനെ പറയാം? ഏക് സ്വസ്ഥ ഔർ ശാന്തിപൂർണ നയേ സാൽ കി ശുഭകാമനായേ. സ്വസ്ഥ ഔർ ശാന്തിപൂർൺ, സ്വസ്ഥതയും സമാധാനപൂർണവുമായ പുതുവത്സരം ആശംസിക്കുന്നു. നയേ സാൽ കി ശുഭകാമനായേ. കഴിഞ്ഞ വർഷത്തിൽ മുഴുവനാകാത്ത ലക്ഷ്യങ്ങൾ പുതുവർഷത്തിൽ മുഴുവനാക്കാൻ തീരുമാനമെടുക്കുന്നു. കഴിഞ്ഞ വർഷം പറ്റാത്തതൊക്കെ പുതിയ വർഷത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അതെങ്ങനെ പറയാം? ജോ ലക്ഷ്യ പുരാനേ സാൽമേ. ഏത് ലക്ഷ്യമാണോ പുരാനേ സാൽമേ കഴിഞ്ഞ വർഷത്തിൽ പൂരാ നഹി ഹോപ്പായ മുഴുവനാക്കാൻ പറ്റാതിരുന്നത്. ഇസേ നയേ സാൽമേ ഇത് പുതിയ വർഷത്തിൽ പൂരാ കർണേക്ക മുഴുവനാക്കാനുള്ള നിശ്ചയ് കർത്തേ ഹേ എന്ന് പറഞ്ഞാൽ തീരുമാനമെടുക്കുന്നു. ജോ ലക്ഷ്യ പുരാനേ സാൽമേ പൂരാ നഹി ഹോപ്പായ ഇസേ നയേ സാൽമേ പൂരാ കർണേക്ക നിശ്ചയ് കർത്തേ ഹേ. കഴിഞ്ഞ വർഷത്തിൽ മുഴുവനാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പുതുവർഷത്തിൽ മുഴുവനാക്കാൻ തീരുമാനമെടുക്കുന്നു. നമ്മൾ പഴയ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നു. ഹം പുരാനെ ഗൽത്തിയോ സേ സീഖ്തേ ഹേ. പുരാനെ ഗൽത്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെറ്റുകൾ അല്ലെങ്കിൽ പഴയ തെറ്റുകൾ. സീഖ്തേ ഹേ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നു. ഹം പുരാനെ ഗൽത്തിയോ സേ സീഖ്തേ ഹേ. ഈ ദിവസം കുടുംബത്തിൻ്റെയും കൂട്ടുകാരുടെയും കൂടെ ആഘോഷിക്കുന്നു. എങ്ങനെ പറയാം? ഇസ് ദിൻ പരിവാർ और दोस्तों के साथ मनाते हैं. परिवार के साथ और दोस्तों के साथ मनाते हैं. കുടുംബത്തിൻ്റെ കൂടെയും കൂട്ടുകാരുടെ കൂടെയും മനാത്തെ ഹേ ആഘോഷിക്കുന്നു. പുതുവർഷത്തിൽ സന്തോഷത്തോടെ ഇരിക്കാനുള്ള പ്രേരണ കിട്ടുന്നു. നയേ സാൽ മേ ഖുശ് രഹനെ കി പ്രേരണ മിൽത്താ ഹേ. നയേ സാൽ മേ ഹമേ ഖുശ് രഹനെ കി പ്രേരണ മിൽത്താ ഹേ. നമ്മൾക്ക് സന്തോഷത്തോടെ ഇരിക്കാനുള്ള ഒരു പ്രേരണ കിട്ടുന്നു. ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഏക് ബാർ ഓർ സബ്കോ മേരി നയേ സാൽ കി ശുഭകാമനായേ. ഏക് ബാർ ഓർ സബ്കോ മേരി നയേ സാൽ കി ശുഭകാമനായേ. നമുക്കിതിനെ ഏക് ബാർ ഓർ സബ്കോ മേരി തരഫ് സെ നയേ സാൽ കി ശുഭകാമനായേം അങ്ങനെ പറയാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ഇത് ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. അടുത്ത വർഷം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും നാളെ തന്നെ. ഓക്കെ, താങ്ക് യു.